ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ആശയവിനിമയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ആശയവിനിമയത്തിൻ്റെ അഭാവം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, മറ്റവസ്ഥകളിലേക്കും ജീവിതത്തെ നയിക്കുകയും ചെയ്യും. ഏതൊരു ബന്ധത്തിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും മികച്ച ആശയവിനിമയം തന്നെയാണ്. പരസ്പര വിശ്വാസവും സ്നേഹവും ജീവിതത്തിൽ അനിവാര്യമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിൻ്റെ അഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. 1. വിമർശനം. ആരോഗ്യപരമായ വിമർശനം ഒരിക്കലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നില്ല. പലപ്പോഴും ആരോഗ്യപരമല്ലാത്ത വിമർശനങ്ങളാണ് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നത്. പങ്കാളിയുടെ സ്വഭാവത്തെയോ വ്യക്തിത്വത്തെയോ വിമർശിക്കുന്നത് ചിലപ്പോൾ അതുവഴി കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിമർശനങ്ങളാകാം, എന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതി അല്പം ശ്രദ്ധിച്ചു വേണം. അല്ലാത്ത പക്ഷം അത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. 2. അവജ്ഞ. പങ്കാളിയുടെ സ്വഭാവത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പരിഹാസം, പേര് വിളിക്കൽ, കണ്ണുരുട്ടൽ പോലുള്ള ശരീരഭാഷ പ്രകടിപ്പിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങളെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം ഇത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് പരസ്പര ബഹുമാനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 3. പ്രതിരോധം. നിങ്ങളെ ഒരു വ്യക്തി വിമർശിക്കുമ്പോൾ ചിലപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും അവർ പറയും. പലപ്പോഴും ഒഴിവ് കഴിവുകൾക്ക് വേണ്ടി ഇവർ പല വിധത്തിൽ പ്രതിരോധത്തോടെ സംസാരിക്കും. അതിൻ്റെ ഫലമായി ഉത്തരവാദിത്വത്തിൽ നിന്ന് വരെ ഇങ്ങനെയുള്ളവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ചിലപ്പോഴൊക്കെ വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്ന വ്യക്തികൾക്ക് പങ്കാളിയുടെ വികാരങ്ങളെ തള്ളിക്കളയുന്നതിനുള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു. 4. നിഷ്ക്രിയത്വം. നിഷ്ക്രിയത്വം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. നിശബ്ദമായ പെരുമാറ്റം, എന്തും പറഞ്ഞാൽ സഹിക്കും എന്ന ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. ആശയക്കുഴപ്പവും അവിശ്വാസവും ഇതുവഴി സൃഷ്ടിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് കുറച്ച് സമയം നൽകുന്നത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയില്ല. 5. പ്രസ്താവനകൾ ശ്രദ്ധിക്കണം. ഞാൻ എന്ന പ്രസ്താവനകൾ പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം. കാരണം ഇത്തരം പ്രസ്താവനകൾ ശീലിക്കുന്നത് വഴി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാത്രമേ വഴിയൊരുക്കൂ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഞാൻ എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കാറുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സജീവമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. മാത്രമല്ല എല്ലാ കാര്യവും കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യുക. അഭിനന്ദനവും വാത്സല്യവുമെല്ലാം ശീലമാക്കുന്നതിനും ശ്രദ്ധിക്കുക. പങ്കാളികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അവരെ അഭിനന്ദിക്കാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവാൻ ഇടയാകും. ഒരു ബന്ധം ശക്തിപ്പെടുത്താനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്.